അജീഷ്, കണ്ണൂരിലെ വിവരം എന്തൊക്കെയാണ് പറയൂ. SK, നമ്മൾ രാവിലെ ഈ കണ്ണൂർ KSRTC സ്റ്റാൻഡിൽ എത്തിയ സമയത്ത് ഈ അന്തർ സംസ്ഥാന സർവീസുകൾ, അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ബാംഗ്ലൂരിൽ നിന്നും മംഗലാപുരത്തു നിന്നൊക്കെ ഇന്നലെ രാത്രി പുറപ്പെട്ട സർവീസുകളൊക്കെ സ്റ്റാൻഡിൽ വന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇവിടെ നിന്ന് ചില ബസ്സുകളൊക്കെ തന്നെ പോലീസിന്റെ എസ്കോർട്ടോടെ തന്നെ പുറപ്പെടുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും, അങ്ങനെ യാത്രക്കാരൊക്കെ ഇവിടെ എത്തിയിരുന്നെങ്കിലും പിന്നീട് യൂണിയൻ തൊഴിലാളികൾ എത്തി അത് മുടക്കുകയായിരുന്നു. പിന്നീട് ഇവിടെ നിന്ന് ഒരു സർവീസും ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഈ കണ്ണൂരിന്റെ തലശ്ശേരിയിലേക്കും തളിപ്പറമ്പ് ഭാഗത്തേക്കും ഒക്കെ പോകേണ്ട ബസ്സുകൾ പാർക്ക് ചെയ്തതിന് ബസ്സുകൾ എത്തുന്ന സ്റ്റോപ്പിലൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ബസ് പോലും പോയിട്ടില്ല. ചരക്ക് വാഹനങ്ങളൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ ആശുപത്രികളിലേക്കും മറ്റും അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. മറ്റു കടകളൊന്നും തുറക്കുന്ന സമയങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ ഇതുവരെയ്ക്കും അല്ലാത്ത കടകളൊന്നും തുറന്നിട്ടില്ല. മെഡിക്കൽ, അതേപോലെ തന്നെ പച്ചക്കറി, അത്തരത്തിലുള്ള കടകളൊക്കെ തുറന്നിട്ടുണ്ട്. മറ്റ് കടകളൊന്നും തുറന്നിട്ടില്ല. ഒരുപാട് യാത്രക്കാർ പല സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ബസ്സുകളൊന്നും സർവീസ് നടത്തുന്നില്ല. ഇതറിയാതെയാണ് പല യാത്രക്കാരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ചേട്ടാ, എങ്ങോട്ടേക്ക് പോകാനാണ്? വണ്ടി വരുന്നുണ്ട്. വണ്ടി വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. കുറെ നേരമായി ഇവിടെ നിൽക്കുന്നു. കുറച്ച് അപ്പം ഇങ്ങനെ യാത്രക്കാർ പല സ്ഥലങ്ങളിലേക്കും പോകാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. പക്ഷേ ബസ് സർവീസ് ഒന്നും ഇല്ല. അതുകൊണ്ട് അവർ വീടിനടുത്തുള്ള ആളുകളെയും മറ്റും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി പോകാനുള്ളൊരു കണ്ണൂരിലെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.